മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാൻ കോൺഗ്രസിൽ തിരക്കിട്ട നീക്കങ്ങളാണ് നടക്കുന്നത്. കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഡൽഹിയിൽ തുടരുമ്പോൾ ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കുകയാണ് വി.ഡി. സതീശൻ ക്യാമ്പ്. ഹൈക്കമാൻഡ് നിരീക്ഷകർ നാളെ എം.എൽ.എമാരുടെ മനസ്സറിയും. കേരളത്തിലേക്ക് തിരിക്കും മുൻപ് നിരീക്ഷകർ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. വിഷ്ണുപ്രസാദ് ഡൽഹിയിൽ നിന്നും അമൽ തേനംപറമ്പിൽ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. അമലിലേക്ക്. അമൽ, വളരെ സജീവമായ ചർച്ചകളാണ്. കേരളത്തിൽ UDF വോട്ട് ചെയ്തവരും അല്ലാത്തവരുമായ കേരള പൊതുസമൂഹമാകെ ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നറിയാൻ കാത്തിരിക്കുകയാണ്. അതിന് ഇനിയും ഒരുപാട് ചർച്ചകൾ വേണ്ടിവരുമോ? വലിയ വടംവലികൾ കാണേണ്ടി വരുമോ? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? KPCC ആസ്ഥാനത്ത് നിർണായകമായ യോഗങ്ങൾ നടക്കുകയാണ്. വന്നിറങ്ങുന്ന ആളുകൾക്കെല്ലാം പല നിലപാടുകളാണ്. ആരാകണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ പരസ്യമായൊരു നിലപാട് പറയാൻ മടിക്കുന്ന ആളുകളാണ് കൂടുതലും. കാരണം ആര് വരുമെന്ന കാര്യത്തിൽ ഒരു തീർപ്പും ഇല്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. MLA-മാരുടെ തല എണ്ണുകയാണ് എങ്കിൽ കെ.സി. വേണുഗോപാൽ, ഘടകകക്ഷികളുടെ അഭിപ്രായം തേടി ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ വി.ഡി. സതീശൻ, അല്ല ഒരു മുതിർന്ന നേതാവിനെ പരിഗണിക്കാം എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ രമേശ് ചെന്നിത്തല. ഇങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ട്. ഇതിൽ ഏത് ഘടകത്തിന് കൂടുതൽ പിന്തുണ ലഭിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ KPCC ആസ്ഥാനത്ത് ദീപാദാസ് മുൻഷിയുണ്ട്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്, കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് ദീപാദാസ് മുൻഷി. അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് KPCC ആസ്ഥാനത്തുണ്ട്. മാത്യു കുഴൽനാടനും അതോടൊപ്പം തന്നെ VT ബലറാമും അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. ഇന്ന് നിലപാട് തുറന്നു പറഞ്ഞ ഒരേ ഒരാൾ നൗഷാദ് KP നൗഷാദ് പൊന്നാനിയിൽ നിന്നുള്ള MLA. നൗഷാദ് കൃത്യമായി തന്നെ നിലപാട് പറഞ്ഞു. വി.ഡി. സതീശനെടുത്ത നിലപാടുകൾക്ക് വോട്ടുണ്ടായിരുന്നു, അത് കാണാതെ പോകരുത് എന്നുള്ള കാര്യം. അത് മറ്റേതെങ്കിലും ഒരു MLA ഇതുവരെയും തൻ്റെ പിന്തുണ ഇന്ന ആൾക്കാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ആൾ ഇന്നയാളാവണം എന്നുള്ള തരത്തിൽ ഒരു നിലപാട് ആരും പറഞ്ഞിരുന്നില്ല. പക്ഷേ നൗഷാദ് ഇത് തുറന്നു പറയുകയാണ്. പക്ഷേ മറ്റുള്ള ആളുകളുടെ എല്ലാം മനസ്സിലാണുള്ളത് ഈ നാളെ മുഗൾ വാസനിക്കും അജയ് മാക്കനും KPCC ആസ്ഥാനത്തേക്ക് എത്തും. KPCC ആസ്ഥാനത്തെത്തി MLA-മാരെ ഓരോരുത്തരെയായി പ്രത്യേകം കാണും. അവരുടെ അഭിപ്രായം എന്തെന്നറിയും. അത് ഹൈക്കമാൻഡിനെ അറിയിക്കും. ഹൈക്കമാൻഡിൽ നിന്നും അന്തിമ തീരുമാനം ഉണ്ടാകും. MLA-മാരുടെ പിന്തുണ മാത്രമാണോ ഘടകം എന്നുള്ളതാണ് നിർണായകമായി മാറാൻ പോകുന്നത്. ദീപാദാസ് മുൻഷിയാണ് ഇന്നിപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു പ്രതികരണം നടത്തിയത്. സാധാരണ നിലയിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ ആ കാര്യത്തിൽ മറ്റ് ഘടകകക്ഷികളുടെ അഭിപ്രായം തേടാറുണ്ടായിരുന്നില്ല. കോൺഗ്രസ് ഒരാളെ തീരുമാനിച്ച് അത് പ്രഖ്യാപിക്കും. അത് UDF സ്വാഭാവികമായും അംഗീകരിക്കും. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങൾ. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവാണ്, മുന്നണിയെ തെരഞ്ഞെടുപ്പിൽ നയിച്ച ആളാണ്. അതിനാൽ വി.ഡി. സതീശനാണ് പിന്തുണ എന്ന് ലീഗ് പറയുന്നു. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിൻ്റെ പിന്തുണ വി.ഡി. സതീശനുണ്ട്, RSPയുടെ പിന്തുണ വി.ഡി. സതീശനുണ്ട്, അതോടൊപ്പം CP ജോണിൻ്റെ അടക്കം പിന്തുണ വി.ഡി. സതീശൻ ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഘടകകക്ഷികളുടെ അഭിപ്രായം തേടിയാൽ വി.ഡിക്കൊരു പിന്തുണ, അല്ലെങ്കിൽ വി.ഡിക്ക് കുറച്ചുകൂടി ഒരു മുൻതൂക്കം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വീഴുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ MLA-മാരുടെ കണക്കെടുത്താൽ കെ.സി. വേണുഗോപാലിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നാളെയാണ്